ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായമാണ്. 43-ാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 43-ൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 33. യെസ്. തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ എന്താണ് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അഭിമാനമാണ്. യെസ്. സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനം എന്ത്? ഉത്തരം തെളിഞ്ഞ ആകാശവിധാനം. യെസ്. എത്ര മഹനീയ ദൃശ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം സ്വർഗം. യെസ്. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് ആര്? ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ. യെസ്. ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത് എന്ത്? ഉത്തരം അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന്. യെസ് ക്വസ്റ്റ്യൻ. ആരുടെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്നാണ് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത്? ഉത്തരം അത്യുന്നതൻ്റെ. യെസ്. മധ്യാഹ്നത്തിൽ ഭൂമിയെ വരട്ടുന്നതാര്? ഉത്തരം സൂര്യൻ. ഉദിച്ചുയരുന്ന സൂര്യൻ ഭൂമിയെ വരട്ടുന്നത് എപ്പോൾ? ഉത്തരം മധ്യാഹ്നത്തിൽ. ഉദിച്ചുയരുന്ന സൂര്യൻ മധ്യാഹ്നത്തിൽ എന്തിനെയാണ് വരട്ടുന്നത്? ഉത്തരം ഭൂമിയെ. അതിൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെ എങ്ങനെയുള്ള ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം അത്യുഗ്രമായ. യെസ്. എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആര്? ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ. യെസ്. ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ എന്തു ചെയ്യുന്നു? ഉത്തരം ജോലി ചെയ്യുന്നു. യെസ്. ചൂള ജ്വലിപ്പിക്കുന്നവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഉത്തരം എരിയുന്ന ചൂടിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂര്യൻ അതിൻ്റെ 3 ഇരട്ടി ചൂടിൽ എന്തിനെയാണ് ദഹിപ്പിക്കുന്നത്? ഉത്തരം പർവ്വതങ്ങളെ. യെസ്. അതിൻ്റെ 3 ഇരട്ടി ചൂടിൽ പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് ആര്? ഉത്തരം സൂര്യൻ. അഗ്നിശരങ്ങൾ ചൊരിയുന്നത് ആര്? ഉത്തരം സൂര്യൻ. സൂര്യൻ ചൊരിയുന്നത് എന്ത്? ഉത്തരം അഗ്നിശരങ്ങൾ. യെസ്. സൂര്യൻ ഉജ്ജ്വല രശ്മികൾ കൊണ്ട് എന്തു ചെയ്യുന്നു? ഉത്തരം കണ്ണഞ്ചിക്കുന്നു. യെസ്. സൂര്യൻ എന്തുകൊണ്ടാണ് കണ്ണഞ്ചിക്കുന്നത്? ഉത്തരം ഉജ്ജ്വല രശ്മികൾ കൊണ്ട്. യെസ്. ഇത് സൃഷ്ടിച്ച കർത്താവ് ആരാണെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഉന്നതനാണ്. യെസ്. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. ഏത്? ഉത്തരം സൂര്യൻ. ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ്. അവിടുത്തെ എന്തിനാൽ അത് ഗതിവേഗം കൂട്ടുന്നു? ഉത്തരം കൽപ്പനയിൽ. യെസ്. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ അവിടുന്ന് സൃഷ്ടിച്ചത് എന്തിനെ? ഉത്തരം ചന്ദ്രനെ. അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചത് എന്തിന്? യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ. യെസ്. എന്ത് നിർണയിക്കാനാണ് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചത്? ഉത്തരം കാലം. ശാശ്വതമായ എന്തായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ചന്ദ്രനെ സൃഷ്ടിച്ചത്? ഉത്തരം അടയാളമായിരിക്കാൻ. യെസ്. ഉത്സവ ദിനങ്ങൾ നിർണയിക്കുന്നത് എങ്ങനെ? ഉത്തരം ചന്ദ്രനെ നോക്കി. യെസ്. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്ത്? ഉത്തരം ഉത്സവ ദിനങ്ങൾ. യെസ്. പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമേത്? ഉത്തരം ചന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചന്ദ്രൻ്റെ എന്ത് പ്രത്യേകതയെക്കുറിച്ചാണ് പ്രഭാഷകൻ അധ്യായം 43:7 പറയുന്നത്? ഉത്തരം പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത്. യെസ്. മാസങ്ങൾക്ക് പേര് നൽകുന്നത് എങ്ങനെ? ഉത്തരം അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി. നെക്സ്റ്റ്. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി പേര് നൽകുന്നത് എന്തിന്?
ഉത്തരം മാസങ്ങൾക്ക്. യെസ്. എങ്ങനെ വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത്? ഉത്തരം അത്ഭുതകരമായി. യെസ്. ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരം ഏത്? ഉത്തരം ചന്ദ്രക്കല. യെസ്. ചന്ദ്രക്കല എന്തിൻ്റെ പ്രകാശ ഗോപുരമാണ്? ഉത്തരം ആകാശ സൈന്യങ്ങളുടെ. യെസ്. ആകാശത്തിന് സൗന്ദര്യമാകുന്നത് എന്ത്? ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ. യെസ്. നക്ഷത്രങ്ങളുടെ ശോഭ എന്തിൻ്റെ സൗന്ദര്യമാകുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ആകാശത്തിൻ്റെ. യെസ്. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയെന്ത്? ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ. യെസ്. ആരുടെ കൽപ്പനയാലാണ് അവ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ യഥാസ്ഥാനത്ത് നിലകൊള്ളുന്നത്? ഉത്തരം പരിശുദ്ധൻ്റെ. യെസ്. പരിശുദ്ധൻ്റെ എന്തിനാലാണ് അവ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ യഥാസ്ഥാനത്ത് നിലകൊള്ളുന്നത്? ഉത്തരം കൽപ്പനയാൽ. യെസ്. അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല. ഏവ? ഉത്തരം നക്ഷത്രങ്ങൾ. യെസ്. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി ആരെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സൃഷ്ടാവിനെ. യെസ്. എന്തിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ. യെസ്. മനോഹരമായ ചാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നത് എന്ത്? ഉത്തരം മഴവില്ല്. യെസ്. മഴവില്ല് ആകാശത്തെ വലയം ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം മനോഹരമായ ചാപം കൊണ്ട്. യെസ്. മനോഹരമായ ചാപം കൊണ്ട് മഴവില്ല് ആകാശത്തെ എന്തു ചെയ്യുന്നു? ഉത്തരം വലയം ചെയ്യുന്നു. യെസ്. ആരുടെ കരങ്ങളാണ് അത് അല്ലെങ്കിൽ മഴവില്ല് കുലച്ചിരിക്കുന്നത്? ഉത്തരം അത്യുന്നതൻ്റെ. യെസ്. അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ എന്തയക്കുന്നു എന്നാണ് പ്രഭാഷകൻ 43:13 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഹിമവാതം. യെസ്. അവിടുന്ന് ഹിമവാതം അയക്കുന്നത് എങ്ങനെ? ഉത്തരം തൻ്റെ കൽപ്പനയാൽ. യെസ്. തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ അവിടുന്ന് എന്തു ചെയ്യുന്നു? ഉത്തരം ത്വരിപ്പിക്കുന്നു. യെസ്. സംഭരണശാലകൾ തുറന്ന് പക്ഷികളെ പോലെ പറക്കുന്നത് എന്ത്? ഉത്തരം മേഘങ്ങൾ. യെസ്. തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി നുറുക്കുന്നത് എങ്ങനെ? ഉത്തരം ആലിപ്പഴങ്ങളായി. യെസ്. തൻ്റെ എന്താലാണ് അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നത്? ഉത്തരം മഹത്വത്താൽ. യെസ്. തൻ്റെ മഹത്വത്താൽ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നത് എന്തിനെ? ഉത്തരം മേഘങ്ങളെ. അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ എന്തു ചെയ്യുന്നു? ഉത്തരം വിറകൊള്ളുന്നു. യെസ്. പർവ്വതങ്ങൾ വിറകൊള്ളുന്നത് എപ്പോൾ? ഉത്തരം അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ. യെസ്. ആര് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് പർവ്വതങ്ങൾ വിറകൊള്ളുന്നത്? ഉത്തരം അവിടുന്ന് അല്ലെങ്കിൽ അത്യുന്നതൻ. യെസ്. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? ഉത്തരം തെക്കൻ കാറ്റ് വീശുന്നു. യെസ്. തെക്കൻ കാറ്റ് വീശുന്നത് എപ്പോൾ? ഉത്തരം അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ. യെസ്. അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത് എങ്ങനെയെല്ലാം എന്നാണ് പ്രഭാഷകൻ 43:17 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മേഘഗർജനം കൊണ്ട്, ചുഴലിക്കാറ്റും വടക്കൻ കാറ്റും കൊണ്ട്. യെസ്. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ശാസിക്കുന്നത് എന്തിനെ? ഉത്തരം ഭൂമിയെ. യെസ്. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു. അതോടൊപ്പം ഏതെല്ലാം കാറ്റുകൾ കൊണ്ടും ശാസിക്കുന്നു? ഉത്തരം ചുഴലിക്കാറ്റും വടക്കൻ കാറ്റും. യെസ്. അവിടുന്ന് മഞ്ഞ് വിതറുന്നത് എന്തുപോലെ? ഉത്തരം പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ. യെസ്. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് വിതറുന്നത് എന്ത്? ഉത്തരം മഞ്ഞ്. യെസ്. വെട്ടുകിടി പറ്റം പോലെ ഇറങ്ങി വരുന്നത് എന്ത്? ഉത്തരം മഞ്ഞ്. യെസ്. മഞ്ഞിറങ്ങി വരുന്നത് എങ്ങനെ? ഉത്തരം വെട്ടുകിടി പറ്റം പോലെ. യെസ്. അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. ഏത്? ഉത്തരം മഞ്ഞ്. യെസ്. മഞ്ഞിൻ്റെ എന്താണ് കണ്ണഞ്ചിക്കുന്നത്? ഉത്തരം വെണ്മ. യെസ്. എന്തിൻ്റെ വെണ്മയാണ് കണ്ണഞ്ചിക്കുന്നത്? ഉത്തരം മഞ്ഞിൻ്റെ. യെസ്. മഞ്ഞ് വീഴുന്നത് കണ്ട് വിസ്മയഭരിതമാകുന്നത് എന്ത്? ഉത്തരം മനസ്സ്. യെസ്. അവിടുന്ന് ഉപ്പ് പോലെ ഭൂമിയിൽ വിതറുന്നത് എന്ത്? ഉത്തരം തുഷാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടുന്ന് ഉപ്പ് പോലെ തുഷാരം വിതറുന്നത് എവിടെ? ഉത്തരം ഭൂമിയിൽ. യെസ്.
അവിടുന്ന് എന്തുപോലെയാണ് ഭൂമി തുഷാരം വിതറുന്നത്? ഉത്തരം ഉപ്പ് പോലെ. നെസ് ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. എന്ത്? ഉത്തരം ഉപ്പ് പോലെ ഭൂമിയിൽ വിതറുന്ന തുഷാരം. നെസ് ഉപ്പ് പോലെ ഭൂമിയിൽ വിതറുന്ന തുഷാരം ഉറയുമ്പോൾ എന്തുപോലെയാകുന്നു? ഉത്തരം കൂർത്ത മുള്ളു പോലെ. നെസ് ജലോപരിതലം മഞ്ഞുകട്ടിയാകുന്നത് എങ്ങനെ? ഉത്തരം തണുത്ത വടക്കൻകാറ്റ് വീശി. നെസ് തണുത്ത വടക്കൻകാറ്റ് വീശി ജലോപരിതലത്തിന് സംഭവിക്കുന്നത് എന്ത്? ഉത്തരം മഞ്ഞുകട്ടയാകുന്നു. നെസ് തണുത്ത വടക്കൻകാറ്റ് വീശി മഞ്ഞുകട്ടയാകുന്നത് എന്ത്? ഉത്തരം ജലോപരിതലം. നെസ് ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നത് എങ്ങനെ? ഉത്തരം തണുത്ത വടക്കൻകാറ്റ് വീശുമ്പോൾ. നെസ് തണുത്ത വടക്കൻകാറ്റ് വീശുമ്പോൾ ജലോപരിതലം എന്താകുന്നു? ഉത്തരം മഞ്ഞുകട്ടയാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവിടെയാണ് അത് അല്ലെങ്കിൽ മഞ്ഞുകട്ട പൊങ്ങിക്കിടക്കുന്നത്? ഉത്തരം ജലാശയങ്ങളുടെ മുകളിൽ. നെക്സ്റ്റ് ജലാശയങ്ങളുടെ മുകളിൽ അത് അല്ലെങ്കിൽ മഞ്ഞുകട്ട എന്തു ചെയ്യുന്നു? ഉത്തരം പൊങ്ങിക്കിടക്കുന്നു. നെക്സ്റ്റ് ജലം അതിനെ അല്ലെങ്കിൽ മഞ്ഞുകട്ടയെ എന്തുപോലെ അണിയുന്നു? ഉത്തരം പടച്ചട്ട പോലെ. നെക്സ്റ്റ് എന്താണ് മഞ്ഞുകട്ട പടച്ചട്ട പോലെ അണിയുന്നത്? ഉത്തരം ജലം. നെക്സ്റ്റ് പർവ്വതങ്ങൾ ചൂടുകൊണ്ട് എന്തു ചെയ്യുന്നു? ഉത്തരം ദഹിക്കുന്നു. നെക്സ്റ്റ് എന്താണ് ചൂടുകൊണ്ട് ദഹിക്കുന്നത്? ഉത്തരം പർവ്വതങ്ങൾ. നെക്സ്റ്റ് എന്താണ് വരളുന്നത്? ഉത്തരം മരുഭൂമി. നെക്സ്റ്റ് അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത്? ഉത്തരം സസ്യങ്ങൾ. നെക്സ്റ്റ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? ഉത്തരം മൂടൽമഞ്ഞ്. നെക്സ്റ്റ് മൂടൽമഞ്ഞ് എല്ലാത്തിനെയും എന്തു ചെയ്യുന്നു? ഉത്തരം അതിവേഗം സുഖപ്പെടുത്തുന്നു. നെക്സ്റ്റ് മൂടൽമഞ്ഞ് എല്ലാത്തിനെയും സുഖപ്പെടുത്തുന്നത് എങ്ങനെ? ഉത്തരം അതിവേഗം. നെക്സ്റ്റ് ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നത് എപ്പോൾ? ഉത്തരം മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? ഉത്തരം ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നു. നെക്സ്റ്റ് എങ്ങനെയാണ് കർത്താവ് ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്? ഉത്തരം അത്യാഘാതത്തെ നിശ്ചലമാക്കി. നെക്സ്റ്റ് അത്യാഘാതത്തെ നിശ്ചലമാക്കി അത് ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് കർത്താവിൻ്റെ എന്താണ്? ഉത്തരം നിശ്ചയമാണ്. നെക്സ്റ്റ് ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര്? ഉത്തരം സമുദ്രസഞ്ചാരികൾ. നെക്സ്റ്റ് സമുദ്രസഞ്ചാരികൾ ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. അത് കേട്ട് നാം എന്തു ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം വിസ്മയിക്കുന്നു. നെക്സ്റ്റ് ദ്വീപുകളിൽ എന്തുണ്ട് എന്നാണ് പ്രഭാഷകൻ 43:25 പ്രകാരം പറയുന്നത്? ഉത്തരം അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ, എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങൾ. നെക്സ്റ്റ് അസാധാരണവും അത്ഭുതകരമായ സൃഷ്ടികളിൽ ഉള്ളത് എവിടെ? ഉത്തരം ദ്വീപുകളിൽ. നെക്സ്റ്റ് ദ്വീപുകളിൽ എന്താണ് ഉള്ളത്? ഉത്തരം എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും. നെക്സ്റ്റ് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും ഉള്ളത് എവിടെ? ഉത്തരം ദ്വീപുകളിൽ. നെക്സ്റ്റ് സ്വന്തം ശക്തിയാൽ അത്യുന്നതൻ എന്തു പ്രാപിക്കുന്നു? ഉത്തരം ലക്ഷ്യം. നെക്സ്റ്റ് അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? ഉത്തരം സ്വന്തം ശക്തിയാൽ. നെക്സ്റ്റ് അവിടുത്തെ എന്തിനാലാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത്? ഉത്തരം അവിടുത്തെ വചനത്താൽ. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്. അവിടെ നിന്നാണ് ഡാഷ്. പ്രഭാഷകൻ 43:27 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സർവവും. നെക്സ്റ്റ് പ്രഭാഷകൻ 43:28 ചോദിക്കുന്ന ചോദ്യം എന്ത്? ഉത്തരം അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? നെക്സ്റ്റ് അവിടുത്തെ പ്രകീർത്തിക്കാൻ നമുക്ക് എന്ത് ലഭിക്കുന്നത്? എവിടെ നിന്നാണ് എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം ശക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടുന്ന് ആരേക്കാൾ ഉന്നതനാണ്? ഉത്തരം എല്ലാ സൃഷ്ടികളെയും കാൾ. നെക്സ്റ്റ് എല്ലാ സൃഷ്ടികളെയും കാൾ ഉന്നതൻ ആര്? ഉത്തരം അത്യുന്നതൻ. നെക്സ്റ്റ് അവിടുന്ന് എല്ലാ സൃഷ്ടികളെക്കാൾ ആരാണ്? ഉത്തരം ഉന്നതനാണ്.
യെസ്. കർത്താവ് ജനിപ്പിക്കുന്നത് എന്തല്ല? ഉത്തരം ഭയവും ഭക്തിയും. യെസ്. ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. യെസ്. കർത്താവ് ആരാണ്? ഉത്തരം അത്യുന്നതനാണ്. യെസ്. അവിടുത്തെ എന്താണ് അത്ഭുതകരവുമാണെന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ശക്തി. യെസ്. കർത്താവിനെ സ്തുതിക്കേണ്ടത് എങ്ങനെ? ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച്. യെസ്. എല്ലാ കഴിവും ഉപയോഗിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം കർത്താവിനെ സ്തുതിക്കുവിൻ. യെസ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഡാഷ്. പ്രഭാഷകൻ 43:30 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഉപരിയാണ്. യെസ്. എങ്ങനെയാണ് കർത്താവിനെ പുകഴ്ത്തേണ്ടത്? ഉത്തരം സർവശക്തിയോടും കൂടെ. യെസ്. സർവശക്തിയോടും കൂടെ ചെയ്യേണ്ടത് എന്ത്? ഉത്തരം അവിടുത്തെ പുകഴ്ത്തുവിൻ. യെസ്. സർവശക്തിയോടും കൂടെ കർത്താവിനെ പുകഴ്ത്തുവിൻ. എന്നാൽ എന്ത് ചെയ്യരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം തളർന്നു പോകരുത്. യെസ്. എത്ര പുകഴ്ത്തിയാലും അവിടെ എത്തുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എത്ര പുകഴ്ത്തിയാലും എവിടെ എത്തുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം പരിധിയിൽ. യെസ്. എന്താണ് പരിധിയിൽ എത്തുകയില്ല എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം എത്ര പുകഴ്ത്തിയാലും. യെസ്. പ്രഭാഷകൻ 43:31 ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്ര? ഉത്തരം 3. യെസ്. പ്രഭാഷകൻ 43:31 ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഏവ? ഉത്തരം 1. ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? 2. ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? 3. ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? യെസ്. ആര് അവിടുത്തെ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർക്ക് അവിടുത്തെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം വർണ്ണിക്കാൻ. യെസ്. ആർക്ക് അവിടുത്തെ വേണ്ട വിധം എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം പുകഴ്ത്താൻ. യെസ്. ഇവയേക്കാൾ മഹത്തായി എന്ത് നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം നിരവധി കാര്യങ്ങൾ. യെസ്. ഇവയേക്കാൾ മഹത്തായി നിരവധി കാര്യങ്ങൾ നമുക്ക് എന്തായി വർത്തിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അജ്ഞാതമായി. യെസ്. അവിടുത്തെ എന്തു മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഏതാനും സൃഷ്ടികൾ. യെസ്. ആരാണ് എല്ലാം സൃഷ്ടിച്ചത്? ഉത്തരം കർത്താവ്. യെസ്. കർത്താവ് ജ്ഞാനം പ്രദാനം ചെയ്യുന്നത് ആർക്ക്? ഉത്തരം തൻ്റെ ഭക്തർക്ക്. യെസ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് എന്ത് പ്രദാനം ചെയ്യുന്നു? ഉത്തരം ജ്ഞാനം. ഇത്രയുമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിലെ ചോദ്യ ഉത്തരങ്ങൾ. ഒരിക്കൽ കൂടി ബൈബിൾ വായിച്ച് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കാം. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.